വളരെ ചൂട് പിടിച്ച് നടന്നുകൊണ്ടിരുന്ന ഒരു ചർച്ചയായിരുന്നു പള്ളുരുത്തി സെൻറ് റീത്താസ് സ്കൂളുമായി ബന്ധപ്പെട്ട ഹിജാബിൻ്റെ വിഷയം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി തലയിൽ തട്ടനിട്ട് സ്കൂളിൽ പ്രവേശിച്ചതിൻ്റെ പേരിൽ കേവലം ഒരു സ്കൂളിൻ്റെ അകത്ത് തീരേണ്ട ഒരു വിഷയം അത് പുറത്തേക്ക് കൊണ്ടുവന്ന് രാജ്യത്തൊട്ടാകെ ഒരു വലിയ ചർച്ചയായി മാറുന്ന രീതിയിലേക്ക് ആ വിഷയത്തെ വലിച്ചഴിച്ച് രംഗത്തേക്ക് കൊണ്ടുവന്ന ആ ഒരു നടപടിക്രമം ഞാനും നിങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയവരും വിഷയം ബോധ്യപ്പെട്ടിട്ടുള്ളവരുമാണ്. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടു. ഹിജാബ് ധരിച്ച് സ്കൂളിലെത്തിയ വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ ഇരുത്തിയില്ലെന്നും വിഷയത്തിൽ സ്കൂളിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും കുട്ടിയെ പുറത്താക്കിയ നടപടി ചട്ടലംഘനമാണെന്നുമൊക്കെ DDOയുടെ റിപ്പോർട്ടും സ്കൂളിനെതിരെ വന്നു. ആ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്കൂൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടു. ഹർജി തീർപ്പാക്കി. എങ്കിലും ആ റിപ്പോർട്ട് ഹൈക്കോടതി റദ്ദാക്കിയില്ല എന്നുള്ളത് ശ്ലാഘനീയമാണ്. പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്ത കൂടിയാണ്. ഇന്ത്യയുടെ മതേതരത്വത്തിന് കളങ്കം പറ്റുന്ന രീതിയിലുള്ള പ്രസ്താവനയായിരുന്നു സത്യത്തിൽ സെൻറ് റീത്താസ് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. വീഡിയോയുടെ മുമ്പിൽ, ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു മതത്തിൻ്റെ ബഹുമാനത്തോടു കൂടി മാത്രം നമ്മളൊക്കെ കാണുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ഇത് മതേതരത്വ ഇന്ത്യയാണ്, ഒരു മതത്തിൻ്റെയും പ്രത്യേകമായ വേഷങ്ങളൊന്നും ഇവിടെ അനുവദിക്കുകയില്ല എന്ന് ആ മേഡം ക്യാമറയ്ക്ക് മുമ്പിൽ വിളിച്ചു പറയുമ്പോൾ എന്താണ് ആ മേഡം ആ പ്രസ്താവന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാക്കും പ്രവൃത്തിയും രണ്ടായിപ്പോയി. നിൽക്കട്ടെ, ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ആ മേഡം ഉദ്ദേശിച്ചത്? പടിഞ്ഞാറ് വ്യാഖ്യാനിച്ചതുപോലെ ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും, അങ്ങനെയാണോ ഇന്ത്യയുടെ സെക്കുലറിസം? ഒരിക്കലുമല്ല. ദൈവവിശ്വാസം മനസ്സിലുണ്ടായാൽ മതി. ബാഹ്യമായ രൂപത്തിൽ ദൈവവിശ്വാസത്തിൻ്റെ പ്രതീകങ്ങളും ചിഹ്നങ്ങളും അടയാളങ്ങളൊന്നും വേണ്ട എന്നതല്ലോ ഇന്ത്യയുടെ സെക്കുലറിസത്തിന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ നിർവചനം അതല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് മതവിശ്വാസിക്കും അവനവൻ്റെ വിശ്വാസം അനുസരിച്ചും ആചാരങ്ങളനുസരിച്ചും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. അതാണ് നാനാത്വത്തിൽ ഏകത്വം. ഒരു പൂവല്ല, 2 പൂവല്ല, കുറേ പുഷ്പങ്ങളാണ്. ആ പുഷ്പങ്ങൾ ചേർന്ന ഒരു പൂന്തോപ്പാണ് ഇന്ത്യയുടെ മതേതരത്വം. അതാണ് വിഷയം. അവിടെ നിൽക്കട്ടെ. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആ സ്കൂളിൽ കുട്ടികൾ ഏത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള റോൾ ആ സ്കൂളിനുണ്ട്, സമ്മതിക്കുന്നു. അത് ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ കളങ്കം പറ്റുന്ന രീതിയിൽ ആകാൻ പറ്റോ ഇല്ലേ എന്ന് ഇവിടെ തീരുമാനിക്കാൻ കോടതിയുണ്ട്. ആ വിഷയം കോടതിക്ക് വിടാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപിക, പ്രിൻസിപ്പൽ പറഞ്ഞ 1-2 വാക്കുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ആ കുട്ടി ഹിജാബ് ധരിച്ച് വരുമ്പോൾ മറ്റു കുട്ടികൾക്ക് പേടിയാകുന്നു എന്നുള്ളത്. ഈ ഒരു പ്രസ്താവന കേവലം ഒരു സ്കൂളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു പ്രസ്താവനയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് ഒരു അപരവൽക്കരണം പല വിഷയങ്ങളിലും ഇവിടെ നടന്നിട്ടുള്ളതുപോലെ ലവ് ജിഹാദിൻ്റെ വിഷയത്തിലും നാർക്കോട്ടിക് ജിഹാദിൻ്റെ വിഷയത്തിലും ഒക്കെ, അല്ലെങ്കിൽ ഹലാൽ ഫുഡ് വിഷയത്തിലൊക്കെ അപരവൽക്കരണം നടന്നിട്ടുള്ളതുപോലെ എന്തോ ഒരു പ്ലാനിങ് ഇതിൻ്റെ പിന്നിൽ ഉള്ളതുപോലെയൊക്കെ തോന്നിപ്പോവുകയാണ്. സാഹചര്യം അങ്ങനെ തോന്നിപ്പിക്കുകയാണ്. എന്തുമാവട്ടെ, നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ആദർശത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ എന്തിനാണ് നമ്മുടെ മക്കളെ ഇങ്ങനെയുള്ള വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നത്? ആ സിസ്റ്റർ തുറന്നു പറയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സൗകര്യമുള്ളൂ, വേണമെങ്കിൽ വന്നാൽ മതി എന്നൊരു വെല്ലുവിളി ഈ സമുദായത്തിനെതിരെ നടത്തിയതുപോലെ തോന്നിപ്പോവുകയാണ്.
പിന്നെ എന്തിന് നാണം കെട്ട് ആ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം? മക്കളെ പഠിപ്പിക്കാൻ